22 സെന്റ് സ്ഥലത്തില് 6300 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല ഒരു വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. 4-5 ബെഡ്റൂമോളം ഉണ്ട്. അതുപോലെ തന്നെ നല്ല 22 സെന്റ് സ്ഥലം നല്ലപോലെ വിരിഞ്ഞിരിക്കുന്ന നല്ലൊരു വീട് എന്ന് തന്നെ നമുക്ക് പറയാവുന്ന രീതിയിൽ അടിപൊളിയായിട്ടിരിക്കുന്ന നല്ലൊരു വീട്. ഹൈവേയിൽ നിന്നും ഒരു 300 മീറ്റർ ദൂരം മാത്രമാണ് ദൂരം. പാലാ പൊൻകുന്നം റോഡിലാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ വീടിന്റെ മൊത്തത്തിലുള്ള ദൃശ്യങ്ങളിലേക്ക് പോകാം. 22 സെന്റ് സ്ഥലവും ഈ വീടും കൂടി ചോദിക്കുന്ന ഉടമ പ്രതീക്ഷിക്കുന്ന വില 2 കോടി രൂപയാണ്. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. കിണറുണ്ട്, കുഴൽക്കിണറുമുണ്ട്, ഇഷ്ടംപോലെ ജലലഭ്യതയുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖലയിലുമാണ് ഈ വീടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലൂടെ പോകാം. മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോ ഇതാ ഇവിടെ തുടങ്ങുമ്പോൾ പാലാ പൊൻകുന്നം റോഡിൽ പൂവരണിന് സമീപത്തായിട്ട് 22 സെന്റ് സ്ഥലത്തില് 6300 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഗംഭീര വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇന്ന് മീനച്ചിൽ ഹോംസ് വന്നിരിക്കുക. ചോദിക്കുന്ന വിലയാണ് നമ്മൾ പറഞ്ഞത്. 2 കോടി രൂപ ചോദിക്കുന്നു. അതിൽ തന്നെ കാര്യമായ നെഗോഷിയേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. മുറ്റമൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തുകൊണ്ട് നല്ല ഒരു വലിപ്പമുള്ള കാർ പോർച്ച് ഒക്കെ ഉണ്ട്. നല്ല മുറ്റത്ത് സ്റ്റോണും കൂടിയൊക്കെ വിരിക്കുവാനായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുക. കാർ പോർച്ച് നല്ല വലിപ്പമുള്ള കാർ പോർച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് കൂടിയുണ്ട്. ആ കാർ പോർച്ച് കൊണ്ട് ഉൾപ്പെടെയാണ് 6300 സ്ക്വയർ ഫീറ്റ് എന്ന് നമ്മൾ പറയുക. നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ട് കിടന്ന നമ്മള് ഹോള് ഡൈനിങ് എല്ലാം ഇതാണ് വീടിന്റെ ഫ്രണ്ട്. നമുക്ക് ആവശ്യത്തിന് ഇന്ത്യയിൽ സെറ്റ് ചെയ്ത് ലഭിക്കുന്ന ആ ഒരു കാരണം ഒത്തിരി ലൈറ്റൊക്കെ ഇട്ട് മിന്നുന്നതിനേക്കാൾ നല്ലത് ചെയ്യുന്ന വർക്ക് സ്ട്രോങ് ആയിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ജിപ്സം വർക്കുകളോ അങ്ങനെയുള്ള വർക്കുകളോ ഒന്നും അല്ല ചെയ്തിരിക്കുന്നത്. ഇവിടെ ബെഡ്റൂം വിഷയങ്ങളാണ് നമ്മൾ കാണുന്നത്. ടോയ്ലറ്റൊക്കെ നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകൾ തന്നെയാണ്. ഡൈവർട്ടറായിട്ടുള്ള ടോയ്ലറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ചുടുവെള്ളത്തിന്റെ കണക്ഷനൊക്കെ ടോയ്ലറ്റുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലുള്ള ടോയ്ലറ്റുകളാണ് ഇവിടെയൊക്കെ വന്നിരിക്കുക. അവിടുന്ന് വീണ്ടും രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുണ്ട്. ഇത്രയും സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഹോള ഡൈനിങ് ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുണ്ട്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളൊക്കെ ശരിയായിട്ടുള്ള പ്രൊഫഷണലായിട്ടിരിക്കുക. അതുപോലെ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ക്ലോസറ്റുകൾ എങ്ങനെയൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുക. ഇവിടുന്ന് മൂന്നാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു. ഇനി നമ്മൾ വീണ്ടും ആ വലിപ്പമുള്ള ഹോളിലൂടെ തന്നെ അപ്പുറത്തെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്.
ഇവിടെയാണ് കിച്ചന്റെ പ്രൊവിഷൻ വന്നിരിക്കുക. കിച്ചൺ കബോർഡുകൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രൊവിഷനാണ് കിച്ചൺ കബോർഡുകളുടെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. 6300 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കൊട്ടാര സദൃശമായ വലിപ്പമുള്ള നല്ല ഒരു വീടാണ് ഇവിടെ വന്നിരിക്കുക. കബോർഡുകളൊക്കെ എന്തുകൊണ്ട് ഈ കബോർഡുകൾ പിടിപ്പിച്ചില്ല എന്ന് ചോദിക്കുന്നവർക്ക് പലർക്കും, ചിലർക്ക് തടി കൊണ്ടുള്ള കബോർഡുകളായിരിക്കും, ചിലർക്ക് മൾട്ടിവുഡ് ആയിരിക്കും, ചിലർക്ക് മോഡുലാർ കിച്ചൺ ആവാം, ചിലർക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ മതി, അങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് ചെയ്യുവാനായിട്ടുള്ള രീതിയിലുള്ള ഒരു ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുക. വാഷ് കൗണ്ടർ ഇവിടെ വന്നിട്ടുണ്ട്, കോമൺ വാഷ് കൗണ്ടർ. നമുക്ക് വാസ്തുപരമായിട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കാർ പോർച്ചാണ് ഇവിടെ വന്നിരിക്കുക. വീട് കൂട്ടിയുള്ള കാർ പോർച്ച് ഇവിടെ വന്നിരിക്കുന്നു. ഒപ്പം സമീപത്തായിട്ട് തന്നെ വേറെ 2-3 വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ മറ്റൊരു കാർ പോർച്ച് ഇവിടെ ചെയ്തിരിക്കുന്നു. അങ്ങനെ വലിപ്പമുള്ള നല്ല കാർ പോർച്ചുകളും അതുപോലെ തന്നെ നല്ല സെറ്റപ്പായിട്ടുള്ള അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യണമെന്നാണ് ഈ അപ്പോൾ ഗാഡിക്ക് അവൈലബിൾ ആണ്. അത് രാത്രിയോ ഉച്ചയ്ക്കോ വൈകിട്ടോ എന്നൊന്നും സമയത്ത് വന്നാലും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇവിടെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ബെഡ്റൂമുകൾ. ഇവിടെ നിന്ന് പാലാ ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ദൂരവും, അതുപോലെ തന്നെ പൈക, അതുപോലെ പൊൻകുന്നം, അതുപോലെ തന്നെ നമുക്ക് ചേർപ്പകൽ മാർസ്ലീവ ഹോസ്പിറ്റല്, ബ്രില്യന്റ് സ്റ്റഡി സെന്റർ, അങ്ങനെയൊക്കെയുള്ള എല്ലായിടത്തേക്കും പോകുവാനൊക്കെ ആയിട്ട് വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ലൊക്കേഷൻ വന്നിരിക്കുക. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത മേഖലയിലാണ് ഈ ലൊക്കേഷൻ എന്നുള്ളത് മറ്റൊരു കാര്യം. താഴത്തെ നിലയിലും ഒരു കിച്ചണിന്റെ ഒരു പ്രൊവിഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗംഭീരമായ വീട്, മനോഹരമായ വീട്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.